എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് HSST സുവോളജിയുടെ ഡേ 1 വർക്ക്ഷോപ്പിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഹോർമോൺ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs ആണ്. പ്രീവിയസ് PSC അതേപോലെ തന്നെ CSIR ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം: gastric inhibitory peptide is secreted by ആദ്യത്തെ ഓപ്ഷൻ G cell of stomach, second option L cell of duodenum jejunum, option C alpha cell of pancreatic islands, option D K cell of duodenum and jejunum. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ നോക്കുക, G cell of stomach. G cell of stomach ഒരിക്കലും gastric inhibitory peptide സെക്രീറ്റ് ചെയ്യുന്നില്ലല്ലോ, ബിക്കോസ് G cell gastric secretion പ്രൊമോട്ട് ചെയ്യുന്നതാണ്. സോ ഓപ്ഷൻ എ തെറ്റാണ്. L cell of duodenum and jejunum അത് സെക്രീറ്റ് ചെയ്യുന്നത് ഇൻസുലിൻ സെക്രീഷൻ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഇതും റോങ് ഉത്തരം. Then alpha cell എന്ന് പറയുമ്പോൾ പാൻക്രിയാസിൽ വരുന്ന alpha cell ഗ്ലൂക്കഗോൺ ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. Then K cell of duodenum and jejunum ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. That is secreting the gastric inhibitory peptide. Question: which enzyme secreted by chief cell of stomach is crucial for initiating the digestion of protein? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റൊമക്ക് സെക്രീറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കുക: gastric lipase, trypsinogen, pepsinogen and amylase. സോ പ്രോട്ടീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ലിപ്പേസ് നോക്കുക. ലിപ്പേസ് എന്തായാലും റോങ് ആണ് അല്ലെ, പ്രോട്ടീൻ ഡൈജഷൻ അല്ല ലിപ്പേസ് വരുന്നത്. ലിപ്പേസ് എന്ന് പറയുമ്പോൾ ഫാറ്റ് ഡൈജഷൻ ആണ്. ദെൻ ട്രിപ്സിനോജനും പെപ്സിനോജനും രണ്ടും നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടും പ്രോട്ടീൻ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ ചോദ്യത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചീഫ് സെൽസ് ഓഫ് സ്റ്റൊമക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ശരി ഉത്തരം വരുന്നത് ഏതാണ്? പെപ്സിനോജൻ അല്ലേ വരുന്നത്. ട്രിപ്സിനോജൻ അവിടെ വരുന്നില്ല, ബിക്കോസ് അത് സ്റ്റൊമക്ക് റിലീസ് ചെയ്യുന്നതല്ല. ദെൻ അമൈലേസ്. അമൈലേസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. അമൈലേസ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ ആണ് വരുന്നത് അല്ലെ. സോ ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. Following are the enzymes present in the intestinal juice. Which among the following is considered as a non-digestive enzyme? Option nucleotidase, aminopeptidase, enterokinase and lipase. ഇവിടെ ശരി ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ്. enterokinase is the correct answer. ബിക്കോസ് ആദ്യത്തെ ഓപ്ഷൻ നോക്കുക, ന്യൂക്ലിയോട്ടിഡേസ് എന്ന് പറയുമ്പോഴേക്കും അത് ന്യൂക്ലിക് ആസിഡ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. അമീനോപെപ്റ്റിഡേസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസിന്റെ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. എന്ററോകൈനേസ് ഒരു ഡൈജസ്റ്റീവ് എൻസൈം അല്ല, ബിക്കോസ് അതൊരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ട്രിപ്സിനോജൻ ഇനാക്റ്റീവ് ഫോമിലാണ് അല്ലെ. ട്രിപ്സിനോജൻ ഇനാക്റ്റീവ് ഫോമിലുള്ള ട്രിപ്സിനോജനെ ആക്റ്റീവ് ട്രിപ്സിനാക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ററോകൈനേസിന്റെ ഫംഗ്ഷൻ. സോ അതിന് ഡൈജസ്റ്റീവ് റോൾ അവിടെ വരുന്നില്ല. ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ലിപ്പേസ് എന്ന് പറയുന്ന ഫാറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം ആണ്. സോ ശരി ഉത്തരം ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ: പാൻക്രിയാറ്റിക് സെക്രീഷൻ is inhibited by all the following except ഓപ്ഷൻ somatostatin, glucagon, acid in the duodenum, sympathetic stimulation. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ആസിഡ് ഇൻ ദ ഡ്യൂോഡിനം ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. കാരണം അത് മാത്രമാണ് പാൻക്രിയാറ്റിക് സെക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്യാത്ത ഒരു ഓപ്ഷൻ ആയിട്ട് വരുന്നത്. കാരണം ആസിഡ് ഇൻ ദ ഡ്യൂോഡിനം എന്ന് പറയുമ്പോൾ ഈ ഫുഡ് കൈമ് സ്റ്റൊമക്കിൽ നിന്ന് ഇൻഡസ്റ്റൈനിലേക്ക് എത്തുമല്ലോ. ഗ്യാസ്ട്രിക് ജ്യൂസുമായിട്ടൊക്കെ മിക്സ് ആയതായിരിക്കും. അവിടെ ഡൈജഷൻ ഒക്കെ സ്റ്റൊമക്കിന്റെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്തത് ഇൻഡസ്റ്റൈനിലേക്കാണല്ലോ വരുന്നത്. അപ്പൊ ഇൻഡസ്റ്റൈനിലേക്ക് കൈയും എത്തുമ്പോൾ ചെറിയൊരു ആസിഡിന്റെ അംശം അവിടെ ഉണ്ടാകും. അത് പിന്നീട് ന്യൂട്രലൈസ് ആവുന്നുണ്ടെങ്കിൽ പോലും ചെറിയൊരു ഗ്യാസ്ട്രിക് ആസിഡിന്റെ ഒരു അംശം അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ആസിഡിന്റെ അംശം ആക്ച്വലി ഡ്യൂോഡിനൽ വോളിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് സെക്രേറ്റിൻ അവിടെ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആസിഡ്, അതാണ് ആസിഡ് ഇൻ ദ ഡ്യൂോഡിനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സ്റ്റിമുലേറ്റ് ആണ് ചെയ്യുന്നത്. സൊമാറ്റോസ്റ്റേറ്റിൻ, ഗ്ലൂക്കഗോൺ എല്ലാം ഇൻഹിബിറ്റ് ചെയ്യുന്നു. സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ എല്ലാം പാൻക്രിയാറ്റിക് സെക്രീഷൻ ഇൻഹിബിറ്റ് ആണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം: മാച്ച് ദി ഹോർമോൺസ് ഇൻ കോളം 1 വിത്ത് ദിയർ കറസ്പോണ്ടിങ് ഫങ്ഷൻസ് ഇൻ കോളം 2. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. കോളം 1 കൊടുത്തിരിക്കുന്ന ഹോർമോൺസ് ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, CCK, സൊമാറ്റോസ്റ്റേറ്റിൻ. അതിന്റെ റെസ്പെക്റ്റീവ് ഫംഗ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻസ് ആണ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാം. ആദ്യത്തെ ഓപ്ഷൻ നോക്കുക, ഗ്യാസ്ട്രിൻ. സോ ഗ്യാസ്ട്രിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്
ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ സെക്രീഷൻ പ്രൊമോട്ട് ചെയ്യുക, ആസിഡ് സെക്രീഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഗ്യാസ്ട്രിന്റെ ഫംഗ്ഷൻ. സോ ശരി ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? നാലാമത്തെ ഓപ്ഷൻ അല്ലേ വരുന്നത്. സ്റ്റിമുലേറ്റ് ദി സെക്രീഷൻ ഓഫ് നോക്കുക, സ്റ്റിമുലേറ്റ് ദി സെക്രീഷൻ ഓഫ് HCl ആൻഡ് പെപ്സിനോജൻ ഇൻ ദി സ്റ്റമക്. എ കറക്റ്റ് ആയിട്ട് നാലാമത്തേലേക്ക് മാച്ച് ചെയ്യാം. സോ ഓപ്ഷൻസ് നോക്കുക. A4 വരുന്നത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട് അല്ലെ, A4 വരുന്നുണ്ട്, ഓപ്ഷൻ എയും അതേപോലെ തന്നെ സിയിലും A4 ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ നോക്കുക, സെക്രീറ്റ്. സെക്രീറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസ് അതിന്റെ സെക്രീഷൻ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ നോക്കുക, ശരി ഉത്തരം ഓപ്ഷൻ ബിയുടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഫസ്റ്റ് വൺ ആണ്. സ്റ്റിമുലേറ്റ് ദി റിലീസ് ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസ് ദാറ്റ് ഈസ് റിച്ച് ഇൻ ബൈകാർബണേറ്റ്. നോക്കാം, കറക്റ്റ് ആയിട്ട് 1 ആണ് ബി മാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ അത് ഓപ്ഷൻ എയിൽ വന്നിട്ടുണ്ട് അല്ലെ, B1 വന്നിട്ടുണ്ട്. B1 ഇപ്പൊ തന്നെ നമുക്ക് അവിടെ ഉത്തരം ലഭിച്ചിട്ടുണ്ട്. സി നോക്കുക, CCK കോളിസിസ്റ്റോകൈനിൻ. അതിന്റെ ശരി ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാൾ ബ്ലാഡർ കോൺട്രാക്ട് ചെയ്യിക്കുക, പാൻക്രിയാറ്റിക് എൻസൈം സെക്രീഷൻ സംഭവിക്കുക, അതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കാരണം ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈല് ഗോൾ ബ്ലാഡറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അത് സ്റ്റിമുലേറ്റ് ചെയ്യുക, ഗോൾ ബ്ലാഡർ കോൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുക ആൻഡ് പാൻക്രിയാറ്റിക് എൻസൈം സെക്രീഷനും കൂടി കൊടുത്തിട്ടുണ്ട്. സോ അത് കറക്റ്റ് ആണ്, ഓപ്ഷൻ സി ശരി ഉത്തരമായിട്ട് വരുന്നത് 2ലേക്കാണ്. ദെൻ കംസ് ഡി, സൊമാറ്റോസ്റ്റേറ്റിൻ. അതിന്റെ ശരി ഉത്തരം എന്താണ്? ഇൻഹിബിറ്ററി ആണ്, ഇൻഹിബിറ്റ് ദി സെക്രീഷൻ ഓഫ് ഗ്യാസ്ട്രിൻ, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോൺ. ശരി ഉത്തരം ഡി കറക്റ്റ് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് മൂന്നാമത്തേതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. സോ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. A4, B1, C2 and D3. Option A is the right answer. Last question. During the intestinal phase of digestion, entry of fatty acids and partially digested protein into the duodenum stimulate the release of CCK, and which of the following is the direct consequence of CCK release? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ കോമ്പിനേഷൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ഇൻക്രീസ്ഡ് സെക്രീഷൻ ഓഫ് ബൈകാർബണേറ്റ് ഫ്രം ദി പാൻക്രിയാസ്. ഡയറക്റ്റ് കോൺസിക്വൻസ് ഓഫ് CCK റിലീസ് ആണ് പറയുന്നത്. ഇൻക്രീസ്ഡ് സെക്രീഷൻ ഓഫ് ബൈകാർബണേറ്റ് ഫ്രം ദി പാൻക്രിയാസ്. നമുക്കറിയാം CCKയുടെ ഒരു ഡയറക്റ്റ് കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഗോൾ ബ്ലാഡർ കോൺട്രാക്ട് ചെയ്യുക, ബൈൽ സെക്രീഷൻ പ്രൊമോട്ട് ചെയ്യുക. ലിവറിന്റെ സെക്രീഷൻ ബൈലിലാണ് സ്റ്റോർ ചെയ്ത് ബൈല് ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആവശ്യ സമയത്ത് ഈ CCK ആണ് ഗോൾ ബ്ലാഡറിന്റെ കോൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ബൈൽ സെക്രീഷൻ അവിടെ സംഭവിക്കുന്നത്. അതാണ് ഡയറക്റ്റ് കോൺസിക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും തെറ്റുത്തരല്ലേ അവിടെ വന്നിരിക്കുന്നത്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇൻക്രീസ്ഡ് സെക്രീഷൻ ഓഫ് ബൈകാർബണേറ്റ് ഫ്രം പാൻക്രിയാസ്. അപ്പൊ അതവിടെ വരുന്നില്ല, ബിക്കോസ് അതൊരു ഡയറക്റ്റ് കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. രണ്ടാമത്തെ നോക്കാം, കോൺട്രാക്ഷൻ ഓഫ് ഗോൾ ബ്ലാഡർ ലീഡിങ് ടു ബൈൽ റിലീസ്. അതെന്തായാലും ശരിയാണ്. സോ രണ്ടാമത്തത് കറക്റ്റ് ഉത്തരവായിട്ട് നമുക്ക് പറയാം. ഇനി അടുത്ത നോക്കാം, മൂന്നാമത്തെ നോക്കാം. ഇൻഹിബിഷൻ ഓഫ് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ബൈ കോസിംഗ് ദി പൈലോറിക് സ്ഫിങ്ക്റ്റർ ടു ക്ലോസ്. സോ ഈ ഇൻഡസ്റ്റൈനൽ ഫേസ് ഓഫ് ഡൈജഷനിൽ ഈ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് സ്മോൾ ഇൻഡസ്റ്റൈനിലെ ഡ്യോഡിനത്തിലേക്ക് എത്തുമ്പോഴേക്കും ദെൻ ഇൻഹിബിഷൻ ഓഫ് ഗ്യാസ്ട്രിക് എംപ്റ്റിങ്, പിന്നീട് അവിടെ സ്റ്റമക്കിലുള്ള ഗ്യാസ്ട്രിക് ആസിഡിന്റെ സെക്രീഷൻ ഒന്നും അവിടെ സംഭവിക്കേണ്ട കാര്യമില്ലല്ലോ, അവിടെ ഇൻഹിബിഷൻ സംഭവിക്കും ബൈ കോസിംഗ് ദി പൈലോറിക് സ്ഫിങ്ക്റ്റർ ടു ക്ലോസ്. പൈലോറിക് സ്ഫിങ്ക്റ്റർ അവിടെ ക്ലോസ് ആവുന്നുണ്ട്. ദെൻ ഇൻഹിബിഷൻ ഓഫ് ഗ്യാസ്ട്രിക് എംപ്റ്റിങ്ങും അവിടെ സംഭവിക്കുന്നുണ്ട്. സോ മൂന്നാമത്തതും ശരി ഉത്തരമായിട്ടാണ് വരുന്നത്. തേർഡ് വൺ ഇസ് ദി റൈറ്റ് ആൻസർ. ഇനി നാലാമത്തെ നോക്കുക, റിലീസ് ഓഫ് ഇൻസുലിൻ ഫ്രം പാൻക്രിയാറ്റിക് ബീറ്റ സെൽസ്. അത് CCKയുടെ റോൾ അവിടെ വരുന്നില്ല. പാൻക്രിയാറ്റിക് ബീറ്റ സെൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, CCKക്ക് അതിൽ റോൾ ഇല്ല. സോ ഈ ഒരു നാലാമത്തതും നമുക്ക് റോങ് ആയിട്ട് പറയാം. സോ ഇവിടുത്തെ ശരി ഉത്തരം എന്താണ്? 2 and 3 is the right answer. So the right answer is option B ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. That is both 2 and 3 is the right answer. B ശരി ഉത്തരം.